കിടിലൊരു കേരത്തലയാട്ടോ. അപ്പൊ കപ്പയും ഈ മീനും ഈ ചാറൊക്കെ കൂടെ കുഴച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോണതേ. സൂപ്പർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജെറ്റ്സ്ഫീലി ജീവൻ. അപ്പൊ ദാ എന്റെ കൈയിരിക്കണ എന്താന്ന് കണ്ടല്ലോ, നല്ല കിടിലൊരു കേരത്തലയാട്ടോ. കുറെ നാളായി നമ്മള് ഇങ്ങനെ ഒരു ഐറ്റത്തിന് അന്വേഷിച്ച് നടക്കുന്ന. അവസാനം നമ്മുടെ വള്ളി ഇതൊക്കെ കാലി ചുറ്റിയിരിക്കുകയാണ്. ഒരു കിടിലൊരു തലയാട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ തല വെച്ച് എന്താ ചെയ്യാ, തല വെച്ചിട്ട് നമ്മളൊരു തലക്കറിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇവനെ ഒന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ കട്ട് ചെയ്യാൻ നമ്മുടെ ചെക്കൻ ഇവിടെ ഉണ്ട്. എടാ പേര് പറയണെന്നുണ്ടാ? അയ്യോ, കേരളത്തലല്ല നിന്റെ പേര്? സൽമാൻ. അപ്പൊ സൽമാൻ ബ്രോ ആണ് നമുക്ക് ഇന്ന് ഇത് കട്ട് ചെയ്ത് തരാൻ വേണ്ടി പോണത് കേട്ടോ. സ്കില്ല് നമുക്കിനി കാണാട്ടോ ഈ തലയില്. കേരനെ ഇവിടെ മുറിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയതുകൊണ്ട് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ഇവരെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഇത്ര നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആദ്യമായിട്ട് കയറി പിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്തെടുക്കണം ഒരു ഐഡിയ ഉണ്ടാവില്ല. എല്ലാം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതിന്റെ ആ ഒരു ചെകളൊക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു സൈസും ഒക്കെ അതൊന്നും നമ്മൾ എടുക്കത്തില്ല. കണ്ടാ ഇതിന്റെ ബാക്കിൽ നിൽക്കാൻ നല്ലത്. എല്ലാം തെറിക്കരുത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു സൈസിലാണ് എടുക്കുന്നത്. ഇനിയും ചെറുതാക്കിയാൽ ഭയങ്കരമായിട്ട് ഇതായി പോവും. ഇതിപ്പോ അത്യാവശ്യം നല്ലൊരു പരുവാണ് കണ്ടോ. തലയാണെങ്കിൽ അത്യാവശ്യം നല്ല മാംസം ഉണ്ട് കേട്ടോ ഇതിന്, കണ്ടോ. അപ്പൊ നമ്മുടെ ആ ഹെവി തലേന അതാ ഈ ഒരു പരുവത്തിലാക്കി കട്ട് ചെയ്ത് നമ്മുടെ സൽമാൻ ഭായ് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ടുണ്ട് കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും. അപ്പൊ ഇനി നമ്മുടെ കുക്കിംഗ് ടൈം ആണ്. അപ്പൊ നമുക്കിനി അവിടെ കാണാം കേട്ടോ. യെസ്, അപ്പൊ ഇനി നമ്മുടെ കുക്കിംഗ് ടൈം ആട്ടോ. അപ്പോൾ കുക്കിംഗ് തുടങ്ങണേ മുമ്പേ ആയിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ഈ ഒരു 2024 തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ എന്തായാലും ക്ഷമിക്കുക. ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ച് നേരമൊക്കെ വഴക്കിട്ടൊക്കെ പോയിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ എന്താ പറയുക കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നില്ലല്ലോ. അപ്പോൾ അതിന് വഴക്കൊന്നും ഇടരുത്. 2024 മാക്സിമം നമ്മൾ ശക്തമായി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ക്രിസ്മസ് ആ ഒരു ന്യൂ ഇയർ സമയത്ത് റെസ്റ്റോറൻറ്റിൽ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാതെ പോയത് ചാനലിലെ. അപ്പം ഇനി എന്തായാലും ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല അടിപൊളി ആവട്ടെ എന്ന് ആശംസിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ തലക്കറി വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ തലക്കറിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നല്ല സെറ്റായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടപ്പത്താണ് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ അടപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി തീ കൊടുത്ത് നമുക്ക് പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടി വെച്ചു. ചട്ടി ചൂടായി. അതിലേക്ക് നമ്മുടെ എണ്ണ ഇനി ഒഴിച്ച് കൊടുത്തേക്കാവേ. ഉലുവ ഇടുവാണ്ട്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഉലുവ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാവേ. വേപ്പിലിട്ടതിൻ്റെ പുറകെ നമുക്ക് സവാള ഇടാം. തീങ്ങ ആദ്യം വരുക. സവാള നമ്മൾ നല്ല ചെറുതാക്കി കുനുകുന അരിഞ്ഞായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിഞ്ഞതിൽ നിന്നും കുറച്ച് സവാള നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രേവിക്ക് ഉള്ളൊരു പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സവാള വാടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ പച്ചമുളക്, നമ്മുടെ ചുമന്നുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സംഭവങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചാണ്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു കൂട്ടാണ് നമ്മുടെ സവാളയിലേക്ക് ഇടുന്നത്. ഇതും പിന്നെ നമ്മുടെ കുറച്ച് സവാള നമ്മളും അരച്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ വാടി കഴിഞ്ഞ സവാളയിലേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കാവേ. ഓക്കെ, യെസ്. അപ്പോൾ സവാളയും മറ്റേ പച്ചമുളക് ഇതൊക്കെ കൂട്ടാൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. സത്യത്തിൽ നിങ്ങളിത് നമ്മുടെ ഈ ഒരു തല റെസിപ്പി ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ
തല നമുക്ക് ആ ഒരു സമയത്തിന് കിട്ടിയില്ല, നമുക്ക് അതിൻ്റെ പുറകെ അന്വേഷിച്ചെടുക്കാനും സമയം കിട്ടിയില്ല, ഒന്നും സെറ്റായില്ല. അപ്പം ന്യൂ ഇയറിന് ശേഷമാണ് നമുക്ക് നിങ്ങളിത് കാണിക്കാനുള്ള ഒരു സമയത്ത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദിവസം എന്ന് അറിയത്തില്ലേ, ഈ സമയം ഇപ്പോഴാണ് ആയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, തലക്കറി റെസിപ്പിയാണ്. ഇപ്പം നമ്മുടെ അമ്മച്ചിയുടെ റെസിപ്പിയാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പിന്നെ തലേന്നൊക്കെ പറയുമ്പോഴേക്കും വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും കുറഞ്ഞൊന്ന് ഇരുന്നിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പവർ വന്നത്. പക്ഷെ നമ്മളിപ്പോൾ അതിനുള്ള സാവകാശമൊന്നും ഇവിടെ എന്തായാലും കൊടുക്കത്തില്ല. വെച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇത് അകത്താക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതൊന്നൊരു പകുതി മൂപ്പായി കഴിയുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണ്ടൊക്കെ ആയി വരുന്നുണ്ട്. കാരണം അടപ്പായതുകൊണ്ട് പെട്ടെന്ന് പടപട കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എല്ലാം പെട്ടെന്നാകുന്നുണ്ട് അടപ്പായതുകൊണ്ട്. നല്ല തീ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ, അതായത് ഒരു പകുതി മൂപ്പാകണ ഒരു ടൈമിലാണ് നമ്മൾ ഈ തക്കാളി ഇടുന്നത്. ഇത്തവണ നമ്മൾ ക്രിസ്മസിന് നമ്മുടെ ക്രിസ്മസ് കാർഡ് എന്തുകൊണ്ട് അയച്ചില്ല എന്ന് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ ക്രിസ്മസ് തുടക്കം ആ നവംബർ അവസാനം ക്രിസ്മസ് തുടക്കത്തിലാണ് നമ്മളൊന്ന് ഫാമിലിയായിട്ടൊന്ന് വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു വന്നത്. വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു വന്നത് ജീമ നല്ല ഉഗ്രം പണിയായിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത്. ഒരു അടിപൊളി കണ്ണിക്കേടായിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത്. പിന്നെ പുറകെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീമ ഇങ്ങനെ മാറി തരുമായിരുന്നു കണ്ണിക്കേട് കിട്ടി. അത് കഴിഞ്ഞ് പുറകെ തന്നെ അത് ഒരാഴ്ച 2 ആഴ്ച കണ്ണിക്കേടുമായിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ പുറകെ തന്നെ പനി ചുമ വന്നിട്ടുണ്ടല്ലോ. ഒരു കൊറോണ പോലും ഇത്രയും ഭീകരമല്ലായിരുന്നെന്ന് തോന്നിപ്പോയി. ചുമയൊക്കെ വന്നിട്ട് മാറണില്ല, എവിടെ നിന്ന് മരുന്ന് കഴിച്ചിട്ട് രക്ഷയില്ല. അവസാനം 2-3 ഹോസ്പിറ്റലിൽ മാറി കയറി നടന്നിട്ടാണ് ആ ഒരു പനിയും ചുമയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ തന്നെ ഏതാണ്ട് ഡിസംബർ പകുതിയോടായി. നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാനോ എന്തെങ്കിലും മേടിക്കാനോ ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയെ, ഫുള്ള് കിടപ്പ്, ക്ഷീണം, അങ്ങനത്തെ അവസ്ഥകളിൽ കൂടെ ആയിട്ടാണ് കടന്നു പോയത്. നമ്മുടെ കേസ് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ പനി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ടൈമിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്തവണ നമുക്കൊന്ന് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല, ഒന്നിനുള്ളൊരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക, നമുക്ക് അടുത്ത വർഷം ഇത് പരിഗണിക്കാവുന്നതാണ് കേട്ടോ. നമ്മളപ്പോൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി എടുക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾ പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ മഞ്ഞൾ പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ മല്ലിപ്പൊടിയാണ് ഇടാൻ വേണ്ടി പോണത്. ഇതിലൂടെ കുറച്ച് മുളക് പൊടിയും കയറി വരുന്നുണ്ട്, സാരമില്ല. മല്ലിപ്പൊടി മൂക്കാൻ എന്തായാലും ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് പൊടി മുളക് പൊടിയെ നമ്മൾ ഇടുവാണ്. അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാത്തിനും അങ്ങ് തൂത്ത് വടിച്ചിട്ടിട്ട് നമുക്കൊന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് കൊടംപുളി ഇടുവാണേ. കണ്ടോ, കൊടംപുളി നമ്മൾ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൽ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി ഒന്ന് കീറിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുവാണ് ഇത്. ഇനിതേ നമ്മളടുത്തത് പുളിയുടെ വെള്ളം നമ്മൾ കുറേ നേരം ഇട്ട് വെച്ചെന്ന് പറഞ്ഞല്ലോ, ആ വെള്ളം നമ്മളിങ്ങനെ ഒഴിക്കുവാണേ. ഫുള്ള് ഒഴിക്കത്തില്ല, കാരണം അടിയിൽ മണ്ണുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഊറ്റി അങ്ങ് ഒഴിക്കുവാണേ. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ ദേ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇതിന് പുറകെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മീൻ ഇടുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയോ നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും പുളിയും ഇച്ചിരി മുന്നിൽ നിന്നാലേ ആ തലയിൽ ശരിക്കും അങ്ങ് പിടിക്കത്തുള്ളൂ. അപ്പം ഇനി ഒന്ന് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ലതായിട്ടും. എന്താ പറയുക, ശരിക്കും ഇതും വെറുതെ ഇതും കപ്പയൊക്കെ കൂടെ കഴിച്ചാൽ തന്നെ സംഭവം കിടുക്കും കേട്ടോ. അതേപോലെ ഒരു ഐറ്റം, മീനില്ലാത്ത മീൻചാറെന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് മതി. അടിപൊളി, നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മുടെ തലകൾ ഓരോന്നായി നമുക്ക് പെറുക്കി ഇടാം കേട്ടോ. ഗ്രേവി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി നമ്മുടെ തലകൾ ഓരോന്നായി പെറുക്കി ഇടാം.
ഓ തിളച്ചല്ല സെറ്റായി വന്നുകൊണ്ടിരിക്കണ കേട്ടോ നമ്മുടെ തലക്കറി. അപ്പോൾ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നമ്മുടെ ചട്ടി നിറഞ്ഞിരിക്കണേണ്. തിളച്ചൊരിച്ചിരി സൈഡിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്, കാരണം ഇത്രയും വലിയ തലയതുകൊണ്ടേ. അപ്പോൾ ഈ ചാറൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് തന്നെ നമുക്കൊന്ന് ഒഴിച്ചൊന്ന് സെറ്റായി കൊടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ ഉലുവ പൊടിച്ചതിനെ നമുക്കൊന്ന് ചുറ്റും അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. യെസ്, അപ്പോൾ ഇനി നമ്മുടെ ടേസ്റ്റിംഗ് ടൈം ആണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ എന്നെ ഒറ്റക്കല്ല, കാരണം ഈ ഒരു 5-6 കിലോ വരുന്ന തല എന്നെ കൂടെ ഒറ്റക്ക് കൂട്ടിയാൽ കൂടൂല. പിന്നെ തല തിന്നാന്ന് പറയുന്നത് ഒരു കലയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കലാകാരന്മാരെ നമ്മളിവിടെ രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. അവിടെ ലിനീഷ് എൻ്റെ അപ്പച്ചനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഇത് കഴിക്കാൻ വേണ്ടി പോണത്. ആൻഡ് ഇതിൻ്റെ മണം അടിച്ചിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് ഇരുട്ടായിട്ടാണ്. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം ഒരു വൈകുന്നേരം ടൈമായിരുന്നു. കാരണം ഇത് കുക്ക് ചെയ്തോട്ടാനെ നമുക്ക് കഴിച്ചാൽ ആ ഒരു ഫീൽ കിട്ടില്ല. ഒരു ഇത്തിരി ഇരുന്ന ആ പുളിയൊക്കെ ഈ മാംസത്തിലൊക്കെ പിടിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പഞ്ച് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ പഞ്ച് വന്നിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളിതാ കഴിച്ച് തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതിൻ്റെ കോംബോ ആയിട്ട് എടുത്തിരിക്കുന്നത് കപ്പയാണ്. അപ്പോൾ കപ്പയും മീൻകറി എന്ന് പറയുന്നത് പറയേണ്ട കാര്യമില്ല, അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു മോഡേൺ കോമ്പിനേഷൻ കൂടി എടുത്തിട്ടുണ്ട്, പൊറോട്ട. അപ്പോൾ പൊറോട്ടയും കപ്പയും പിന്നെ തലക്കറിയും കൂടിയിട്ട് പറയണില്ല, കഴിച്ചു തരാം. കോരട്ടെ എൻ്റെ അമ്മേ, ഇത് എവിടെന്ന് തുടങ്ങും എന്ന് എനിക്കൊരു ഐഡിയ കിട്ടാറില്ല. അപ്പം അതെ, ഒരു തലേനെ ഞാൻ മുങ്ങിത്തപ്പി എടുത്ത്. ഓ കണ്ട, അയ്യോ. ഓക്കെ, അപ്പോൾ തലേൻ്റെ കോരിൻ്റെ അതെ കപ്പേൻ്റെ പുറത്തേക്ക് ഈ തലേനെ കുറച്ച് ആ ഒരു ചാറിനടിയെന്ന് പറഞ്ഞു. കാരണം നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് പൊക്കത്ത് കിടക്കണേ. ഇത്തിരി തലേനെ മാറ്റിയിട്ട് ഇത്തിരി നെയ്യെന്ന് ഈ ചാറ് കണ്ടല്ല, കുറുക്കൻ ചാറ് അടി കിടപ്പുണ്ട് കേട്ടോ. ചാറ് ഈ കപ്പയുടെയും മീനിൻ്റെയും പുറത്തേക്ക് അങ്ങനെ ഒഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പൊ ഇവരൂടെ എടുക്കട്ടെ. അതെ, കാരണം ഞാൻ ഒറ്റ കഴിച്ചാലും ഇവിടെ എനിക്ക് പണി പാളും. ലിനീഷൻ എന്താ, കപ്പയാണോ പൊറോട്ടയാണോ? ഓക്കെ, പപ്പച്ചയും കോരിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കപ്പയും തലക്കറിയും പൊറോട്ടയും പൊറോട്ടയും മീൻകറിയോ ചാറിലൊക്കെ മുക്കി ഇങ്ങനെ നല്ലോണം കുതിർക്കണത് പൊറോട്ട. എങ്ങനെയുണ്ട് ചാറ്? എങ്ങനെയുണ്ട്? ആണോ? പുളി ഇറങ്ങിയിട്ടുണ്ടല്ലേ? ആണോ? അമ്പോ, കുറച്ച് മീനും കൂടി പിടിക്കണം വീണ്ടും. നിങ്ങൾക്കൊന്നും തുടരാട്ടോ. അല്ല, എന്തായാലും ലിനീഷേട്ടനെ കഴിഞ്ഞിട്ട് ഞാൻ പിടിക്കാൻ വിചാരിച്ചു. മീന് ഇറങ്ങിട്ടുണ്ടോ പുളിയൊക്കെ? സൂപ്പർ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ തുടങ്ങട്ടെ കേട്ടോ. അപ്പൊ ഞാൻ കപ്പയും കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കപ്പയും തലയാണെങ്കിലും ഇല്ലേ, നല്ല മാംസം ഉണ്ട് കേട്ടോ, നല്ല മാംസം ഉണ്ട്. എന്താ പറയാ, ഒരു നല്ലൊരു കേരക്കുള്ള മാംസം ഫുള്ള് ഈ തലയ്ക്കുണ്ട്. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഈ കറിച്ചട്ടിയിലായതുകൊണ്ട് ആ ചൂട് അങ്ങ് പോന്നിട്ടില്ല. അപ്പൊ കപ്പയും ഈ മീനും ഈ ചാറൊക്കെ കൂടെ കുഴച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോണതേ. സൂപ്പർ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മാംസത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട് പുളി. സമയമെടുത്ത് ആസ്വദിച്ചിരുന്ന് കഴിക്കേണ്ട പരിപാടിയാണ് കേട്ടോ. അത് ഈ തലകഴുകൽ പരിപാടി എല്ലാവർക്കും കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല, അതൊരു കലയാണ്. അത് കലാകാരന്മാർക്ക് മാത്രമേ നടക്കത്തുള്ളൂ. അതെ, അത് ക്ഷമ വേണം, കാരണം ഈ മുള്ളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ സമാധാനപരമായി ഇരുന്ന്
കഴിക്കാന്ന് പറയുന്നുണ്ടല്ലോ. അടിപൊളിയാ ഈ ചാറും. പൊറോട്ട കൂടി കഴിച്ച അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇച്ചിരി പൊറോട്ട എടുത്ത്, പൊറോട്ടയും മീനുമാണ് അല്ലെങ്കിൽ കപ്പയും മീനുമാണ് അടിപൊളി നോക്കട്ടെ കേട്ടോ. അപ്പം നേരത്തെ ലിനീഷാണ് ചെയ്തതുപോലെ ആ ചാറിൽ ആ പൊറോട്ടേനെ അങ്ങോട്ട് കുതിർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മീനും കൂട്ടിയിട്ടാണ് ഞാൻ അടിക്കാൻ വേണ്ടി പോണത് കേട്ടോ. പൊറോട്ടയും മീനും അച്ചാറും കൊള്ളാടാ. കപ്പേനേക്കാളും ഒരുപിടി മുമ്പിൽ പൊറോട്ട തന്നെയാണ്. അടിപൊളിയുണ്ടോ ആ പൊറോട്ട? ഈ ആ മീൻ്റെ ചാറിലങ്ങ് കുതിർന്നങ്ങ് കഴിയുമ്പോഴല്ലോ ആ മീൻ്റെ മാംസം കൂടിയൊക്കെ എടുത്ത് കഴിക്കാൻ സൂപ്പറാണ്. കൂടുതൽ പറഞ്ഞ് കൊതിപ്പിക്കാനുള്ള കാരണം എന്തായാലും നിങ്ങൾ തല കിട്ടിക്കഴിയുമ്പോൾ എന്തായാലും വെച്ച് നോക്കുക. ആവശ്യത്തിന് പാകത്തിന് എരിവുണ്ട്. കാരണം ഇത് കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ വലിക്കണം, എന്തായാലും അതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഉപ്പും പുളിയും എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ? കോൺസെൻട്രേഷൻ ഇതിൻ്റെ അകത്താണ്. ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് പണിയാവും. ഇത് കണ്ട മാംസത്തിന്റെ ഓ ഇതണ്ട നല്ല മാംസം ഉണ്ട് കേട്ടോ. ചൂടുണ്ട്. അതെ അൽപ്പൊളിയാണേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതങ്ങ് ആസ്വദിക്കട്ടെ. അപ്പം നിങ്ങൾ തല കിട്ടുമ്പോൾ എന്തായാലും ഇതേപോലെ ഒരു തലക്കറിയൊക്കെ വെച്ച് കഴിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വരമ്പിലോട്ട് വന്നാലും മതി കേട്ടോ. വരമ്പിൽ വന്നാൽ ഞങ്ങൾ ഇതേപോലെ നല്ല തലക്കറിയൊക്കെ വെച്ചുണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ വരമ്പിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ താഴെ കൊടുത്തേക്കാം. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടച്ചടം. അപ്പം ഞങ്ങളിതിനെ ആസ്വദിച്ച് പതിയെ ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തടുത്ത അടിപൊളി വീഡിയോ നമ്മൾ കാണുമ്പോൾ എല്ലാവരും കൂടി ടാറ്റ പറഞ്ഞേ. ടാറ്റാ.